മക്കളെ റാത്തല്ല ഇന്നത്തെ പരിപാടി എന്താ പറയുക 9 പില്ലർ ഇന്നലെ വെച്ചിരുന്നു. അതിൻ്റെ പെട്ടി പൊളിച്ചിട്ടുണ്ട്. അടുത്ത 9 നേരെ കണക്ട് ചെയ്ത് ഇവിടെ ചെറിയ 2 കോണിൻ്റെ പില്ലറുകൊണ്ട് വെക്കാണ്ട് അത് കംപ്ലീറ്റ് വെച്ചിട്ട് ഇടണം, കമർത്തണം, ചെയ്തിട്ട് കവറിങ്ങും കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ നമുക്ക് സാവധാനം ഞാൻ പറഞ്ഞു തരാം. ഇന്നലെ മിഞ്ഞാന്ന് പില്ലറിട്ട് ഇന്നലെ പില്ലർ പൊളിച്ച് അതായത് പില്ലർ ബോക്സിലിടുമ്പോഴാ എന്തുണ്ടാവും, പില്ലറിൻ്റെ പൊളിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എന്താ പറയുക വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്നാണ്ട് അതിൻ്റെ പുറത്തുള്ള ഗ്രൗണ്ട് ഫുള്ളാണ് പോകും. അപ്പോൾ എന്താ ഈ ഒരു ദിവസം നമ്മൾ അതിന് റെസ്റ്റ് കൊടുക്കട്ടെ, കാരണം അതിൻ്റെ ഈർപ്പം അതിലുണ്ടാവും. പിന്നെ നമ്മളെന്താ ചെയ്യൽ, പിറ്റേന്ന് വന്നിട്ട് തൂക്ക് കാര്യങ്ങളൊക്കെ നോക്കി കംപ്ലീറ്റ് ക്ലിയറാക്കി എല്ലാ അളവും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് എന്ത് ചെയ്യും സെറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഇതിപ്പോൾ എഞ്ചിനീയർ എന്നോട് യഥാക്രമം പറഞ്ഞിരുന്നു, സെമീറജി പില്ലർ ഇടുന്ന സമയത്ത് നിൽക്കണം, മാത്രമല്ല കല്ല് കുറവ്, കല്ല് നമ്മളിങ്ങനെ കൂട്ടി ഇരിക്കുമ്പോൾ കല്ല് കൂട്ടി ഇടണം. അപ്പോൾ എങ്ങനെയാണ് ഈ കല്ല് കൂട്ടി ഇട്ടുകണമെന്ന് ചെക്ക് ചെയ്യൽ എഞ്ചിനീയർമാർ അറിയാം. പിന്നെ എഞ്ചിനീയർമാർ വന്നിട്ട് പില്ലർ പ്രധാനമായിട്ട് ചെക്ക് ചെയ്യല സംഭവം എന്താ പറയുക, എഞ്ചിനീയർമാർ ഒറ്റ നോട്ടത്തിൽ നമ്മളോട് പറയിട്ടുണ്ട് ഇത് സംഭവം തെറ്റാണെന്ന് പറയും. എങ്ങനെയാണെന്നറിയാം, അപ്പോൾ ഇവിടുന്ന് ഒരു ലൈന് നേരെ സ്ട്രൈറ്റ് കറക്റ്റ് യഥാക്രമം അതേപോലെ നോക്കി കഴിഞ്ഞാൽ അതിൽ തെറ്റുണ്ടെങ്കിൽ അവർക്ക് യഥാക്രമം മനസ്സിലാവും. ഇതിപ്പോൾ നമ്മൾ ഏറ്റവും അടിയിൽ നിന്ന് 6 മീറ്റർക്ക് ഇട്ട് കൊടുക്കുന്ന കമ്പിയാണിത്. ഇതിൽ ചില കമ്പികൾ 6 മീറ്റർക്ക് അടിയിൽ നിന്ന് ഇട്ട് കൊടുക്കുന്ന കമ്പിയാണ്. 6 മീറ്ററിൽ റിങ് കെട്ടിയിട്ട് ഇട്ട് കൊടുക്കുന്ന കമ്പിയാണ്. അടി ഫുള്ള് ഈ 18 പില്ലറും ഒറ്റയടിക്ക് എന്ത് ചെയ്താണ് അടിയിൽ നിന്ന് ഇട്ട് കൊടുക്കുന്നതാട്ടോ. 6 മീറ്റർക്ക് കട്ട് ചെയ്തിട്ട് ഡയറക്റ്റ് വെച്ചാണ്. എന്നിട്ട് പോലും ഇതിൻ്റെ ഒരു പെർഫെക്ഷൻ അത്രത്തോളം ക്ലിയർ ആട്ടോ. അതായത് 6 മീറ്റർ അടിയിൽ നിന്ന് നേരെ ഡയറക്റ്റ് പില്ലർ വെച്ച് വരുമ്പോൾ എന്തായാലും 1 ഇഞ്ച് 2 ഇഞ്ച് ഒക്കെ ചിലപ്പം ചില സമയത്താണ് കൂടി മാറ്റം വരാറുണ്ട്. പക്ഷേ ഈ സൈഡ് നോക്കുമ്പോൾ ഇവിടെ നിന്നാണ് നോക്കുമ്പോൾ വളരെ കറക്റ്റാട്ടോ. എന്താ പറയുക, ഒന്നാമത് നമ്മളെ ലേബേഴ്സിൻ്റെ ഒരു പെർഫെക്ഷൻ ആട്ടോ ശരിക്കും അത് അതിനെ മനസ്സിലാക്കുന്നത്. കാരണം ഇവിടുന്ന് ഏതൊരു എഞ്ചിനീയർ വന്നാലും ഇപ്പോൾ നമ്മളെ വയലത്തൂർ ഇറങ്ങുമ്പോൾ തന്നെ ഈ സൈറ്റ് ഉണ്ട്, ആർക്ക് നോക്കി കഴിഞ്ഞാലും കാണാൻ കഴിയും. ഇത് അത്രയും യഥാക്രമം നൂല് പിടിച്ച് കഴിഞ്ഞാൽ കറക്റ്റാണ് എടുക്കുക. ഇപ്പോൾ പുറമായാലും പില്ലർ പെട്ടിയായാലും ഒക്കെ റെഡിയാണ്. എന്തായാലും നമ്മൾ ഈ ഓരോരോ കണ്ണുകളും എന്തിനു ഉദാഹരണമാണ് അറിയാം. ഇതിൽ കല്ലിട്ടിട്ട് ഇതിന് സ്ട്രോങ് ഉണ്ടോ, ഇതിന് സ്ട്രോങ് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഓരോരോ കണ്ണുകൾ ഇട്ടാ. ഇത്രയും ഫിനിഷുള്ള ഈ പെട്ടി വെച്ചിട്ടും ഈ മറ്റേ കണ്ണ് ഉണ്ടെങ്കിൽ അതിനാണ് പറയല് ഇതിൽ കല്ല് യഥാർത്ഥത്തിൽ കറക്റ്റ് മിക്സായി പോയിട്ടാ. കല്ലിട്ടിട്ട് മിക്സായി പോയി, ആദ്യം ലൂസ് ഇടും പിന്നെ കല്ലിട്ടിട്ട് മിക്സായി പോയി. യഥാക്രമം ഈ പില്ലർ സെറ്റാണെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കാണുന്ന ചെറിയ പോർഷനാണ് ഇഷ്ടം. മറ്റേത് നല്ല ഫിനിഷ് ഉണ്ടാവും, കാണാൻ പക്ക ഇതേപോലെ ഉണ്ടാവും, ഇതേപോലെ. പക്ഷെ എന്തുണ്ടാവില്ല, ലോഡ് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു പില്ലറിൻ്റെ ഏറ്റവും നല്ല രൂപം എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ.